അമേരിക്കൻ മണ്ണിലെ ലോകകപ്പിന് പന്തുരുളുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും കുറച്ചൊക്കെ സന്തോഷിക്കും. കാരണം ഇന്ത്യൻ ഫുട്ബോളിലും ഒരു പുതിയ യുഗം പിറക്കാൻ പോവുകയാണെന്ന് വേണം നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പിടിപ്പുകൾ കൊണ്ട് ഈ ഒരു സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് വളരെ മോശം അവസ്ഥയിൽ കൂടിയാണ് നടപ്പിലാക്കപ്പെട്ടത്. പക്ഷെ വരാൻ പോകുന്ന സീസണിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് തന്നെ ISL നടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ ഇടപെടലും നേരത്തെ ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മേധാവിയായിട്ടുള്ള പ്രഫുൽ പട്ടേലും പിന്നീട് ചില ബിസിനസ് മാഗ്നറ്റുകളും ഒക്കെ ചേർന്നിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ മുന്നോട്ടുള്ള പാതയിലാണ് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് വിലയിരുത്തി വെക്കാം. പറയാമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സീസണിലേക്ക് ലീഗിന്റെ അതോറിറ്റി പോകുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കയ്യിലാണ്. അവരായിരിക്കും ലീഗിന്റെ ഓണേഴ്സും റെഗുലേറ്റേഴ്സും എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചുമതലകൾ എന്താണെന്ന് വെച്ചാൽ റഫറിങ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സസ്പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളുടെ തീരുമാനമെടുക്കാൻ പോകുന്നത് അവരാണ്. പക്ഷേ ഫിനാൻഷ്യൽ മാറ്റേഴ്സിന്റെ കാര്യത്തിലുള്ള സോൾ റെസ്പോൺസിബിലിറ്റി പോകുന്നത് ക്ലബ്ബുകൾക്കായിരിക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കിട്ടാനുള്ള തുക കിട്ടും. റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അപ്പുറത്തേക്ക് റഫറിങ്ങിന്റെ കാര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കയ്യിലാണ് എന്നുള്ളത് തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പിന്നീട് അവരെ ഇന്ത്യൻ നാഷണൽ ടീമിൽ റെപ്രസെന്റ് ചെയ്യാൻ പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളും നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന് ഇതൊരു ശുഭസൂചനയായിട്ടാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.